കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന രക്തസാക്ഷി മണ്ഡപത്തിലെ പ്രതിഷേധം ഒരു വശത്ത് സംസ്ഥാനത്തിന് പ്രതിവർഷം 57,000 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കുന്നു എന്ന് പരിപാടിയിൽ പങ്കെടുത്ത നേതാക്കന്മാർ അടിവരയിട്ട് പറയുകയുണ്ടായി. എന്നാൽ അതേസമയം മോദി സർക്കാരിൻ്റെ കാലത്ത് സംസ്ഥാനത്തിന്, കേരളത്തിന് പ്രത്യേകിച്ച് വലിയ തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളാണ് നൽകിയത് എന്ന രീതിയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം വലിയ ഒരു ബാനർ ഉയർത്തിക്കൊണ്ടാണ് സംസ്ഥാനത്തിന് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 3.2 ലക്ഷം കോടി രൂപയുടെ സഹായം ലഭിച്ചുവെന്നും മൻമോഹൻ സിംഗിന്റെ കാലത്ത് കേരളത്തിൽ ലഭിച്ചത് കേവലം 72,000 കോടി രൂപ മാത്രമാണെന്നും അടിവരയിട്ട് പറഞ്ഞത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ തന്നെ ഒട്ടേറെ ആശാവഹമായ ജീവിത സാഹചര്യങ്ങൾ കേരളം കരിപ്പിടിപ്പിക്കുന്നതിൽ വിജയം നേടിയ സംസ്ഥാനമാണ്. ജനസംഖ്യയിൽ ഇന്ത്യയിലെ ചെറിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ മാത്രം വരുന്ന കേരളീയർ രാജ്യത്തിൻ്റെ വിദേശ നാണയ ശേഖരത്തിൽ നോൺ റെസിഡൻഷ്യൽ ഇന്ത്യൻസ് എന്ന രീതിയിൽ രാജ്യത്തേക്ക് അയക്കുന്ന പണത്തിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ 1990കളിൽ രാജ്യത്തെ 1-ാം സ്ഥാനമായിരുന്നു കേരളീയർക്കുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 2-ാമത്തെയോ 3-ാമത്തെയോ സ്ഥാനത്തിൽ നിന്നുകൊണ്ട് രാജ്യത്തിന് വലിയ തരത്തിലുള്ള വിദേശ നാണയ ശേഖരം നേടിക്കൊടുക്കുന്നുണ്ട്. സമുദ്ര ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി കാര്യമെടുത്താൽ ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളുടെ കയറ്റുമതിയുടെ കാര്യമൊക്കെ എടുത്താൽ കേരളീയരുടെ സംഭാവന ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഒട്ടും പിറകിലല്ല. ഒപ്പം രാജ്യത്ത് തന്നെ വിദ്യാസമ്പന്നരായ മലയാളികൾ രാജ്യത്തിനകത്തും പുറത്തും നൽകുന്ന മറ്റ് സംഭാവനകൾ രാജ്യത്തിൻ്റെ തന്നെ പുരോഗതിക്ക് അതിനിർണായകമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തോട് കേന്ദ്രം കടുത്ത അവഗണന പുലർത്തുന്നു എന്നുള്ള ഒരു വാദം ഒരു വശത്ത് ഉയർത്തുമ്പോൾ അങ്ങനെയല്ലെന്നും ഞങ്ങളുടെ ഭരണകാലത്ത്, BJPയുടെ ഭരണകാലത്ത് കേരളത്തിന് വലിയ തരത്തിലുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നും രാജീവ് ചന്ദ്രശേഖർ പ്ലക്കാർഡ് ഉയർത്തിക്കൊണ്ട് പറയുന്നത്. അദ്ദേഹത്തിന്റെ കണക്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3.2 ലക്ഷം കോടി രൂപയുടെ സഹായം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ ലഭിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടി ധനകാര്യമന്ത്രി, കേന്ദ്ര ധനകാര്യമന്ത്രി, അവർ പാർലമെന്റിൽ പറഞ്ഞത് കേരളത്തെ പറ്റി മറ്റൊരു കണക്കാണ്. കേരളത്തോട് കേന്ദ്ര സർക്കാർ അവഗണന കാണിക്കുന്നു എന്ന് രാജ്യസഭയിലും പാർലമെന്റിലും കേരളത്തിൽ നിന്നുള്ള MP-മാർ, പ്രത്യേകിച്ച് ഇടതുപക്ഷ MP-മാർ ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ അതിന് അവർ നൽകിയ മറുപടിയിൽ ശ്രീ മോദിയുടെ കാലത്ത് കേരളത്തിന് ഞങ്ങൾ 1.52 ലക്ഷം കോടി രൂപ നൽകി എന്നായിരുന്നു മറുപടിയായി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ BJPയുടെ സംസ്ഥാന നേതാവ് കേരളത്തിന് 3.2 ലക്ഷം കോടി രൂപയുടെ സഹായങ്ങൾ പലതരത്തിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ വസ്തുതയുടെ നേരെ പകുതി സഹായങ്ങളാണ് കേരളത്തിന് നൽകിയത് എന്ന്, പകുതിയിലും കുറഞ്ഞ സഹായമാണ് കേരളത്തിന് നൽകിയത് എന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി പറയുമ്പോൾ ഇതിൽ ഏത് കണക്കാണ് ശരി എന്ന് സാധാരണ മലയാളികൾക്ക് വലിയ സംശയങ്ങൾ ഉണ്ടാകും. കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന സഹായങ്ങളുടെ വലിയ തരത്തിലുള്ള വെട്ടിക്കുറവിന് രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങൾ പാത്രീഭവിക്കുന്നത് 2017 ജൂലൈ 1-ന് ശേഷമുള്ള GST നടപ്പാക്കൽ കാലഘട്ടത്തിനോട് അനുബന്ധിച്ചാണ്. അതുകൊണ്ട് GST നടപ്പാക്കുന്നതിന് മുമ്പ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകിയ വിഹിതവും GST നടപ്പാക്കിയതിന് ശേഷം കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകിയ വിഹിതവും തമ്മിൽ നേരിട്ട് വലിയ അന്തരങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. GSTയുടെ ഘടന വന്നപ്പോൾ നികുതികൾ മൊത്തത്തിൽ പിരിച്ചെടുക്കുന്നത് കേന്ദ്ര സർക്കാരും, അങ്ങനെ പിരിച്ചെടുക്കുന്ന നികുതിയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് വിഹിതങ്ങൾ കൈമാറുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറിയതെങ്കിൽ 2017 മുമ്പ്
ഓരോ സംസ്ഥാനത്തിനും അവരവരുടേതായ നികുതി ഘടന ഉണ്ടാക്കി അവർക്ക് പണം നേരിട്ട് പിടിച്ചെടുക്കാൻ അവസരമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം പഴയതിനേക്കാൾ കൂടുതൽ തുക കൊടുക്കുവാൻ നിർബന്ധിതമാകുന്ന ഒരു പുതിയ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു വശത്ത് സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക ചുരുക്കമുണ്ടാകുന്ന തരത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, മറിച്ചാണ് എന്ന് BJPയുടെ വക്താക്കൾ പറയുന്നത്. വസ്തുത എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. നോക്കൂ, നമ്മുടെ രാജ്യത്തെ ജനസംഖ്യയിൽ 2.57% മാത്രമാണ് മലയാളികൾ. എന്നാൽ രാജ്യത്ത് പരോക്ഷ നികുതി കൊടുക്കുന്ന കാര്യത്തിൽ, GST കൊടുക്കുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആളോഹരി നികുതി കൊടുക്കുന്നത് മലയാളികളാണ് എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക വിദഗ്ധർ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. സംസ്ഥാനങ്ങളിൽ നിന്ന് നികുതി പിരിക്കുമ്പോൾ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങളുടെ ചെലവ് പരിശോധിച്ചാൽ സംസ്ഥാനങ്ങളാണ് കേന്ദ്ര സർക്കാരിനേക്കാൾ കൂടുതൽ പണം ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കാൻ നിർബന്ധിതമാകുന്നത്. മൊത്തം ചെലവിൽ സംസ്ഥാനങ്ങളുടെ വിഹിതം ഏകദേശം 60 മുതൽ 70% ഉണ്ടെന്നിരിക്കെ നികുതി വരുമാനത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് വീതം വെക്കുന്നത് ഏറ്റവും പുതിയ കണക്കിൽ കേവലം 42% മാത്രമാണ്. എന്ന് പറഞ്ഞാൽ നിലവിൽ കേന്ദ്ര സർക്കാർ തന്നെ കൂടുതൽ നികുതി പിരിച്ചെടുത്ത് കൂടുതൽ തുക അവരുടെ കയ്യിൽ വെക്കുമ്പോൾ ഓരോ സംസ്ഥാനങ്ങൾക്കും ലഭിക്കേണ്ട വിഹിതത്തിന്റെ കുറവ് വിഹിതമാണ് പൊതുവെ സംസ്ഥാനങ്ങൾക്ക് നൽകുന്നതെങ്കിൽ ആ വിഹിതങ്ങളുടെ കാര്യത്തിൽ തന്നെ ഏറ്റവും കുറച്ച് പണം ലഭ്യമാക്കുന്ന രീതിയിലേക്കാണ് കേരളത്തിന്റെ സാമ്പത്തിക മേഖലയെ കേന്ദ്ര സർക്കാർ ഇപ്പോ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ പറയുന്നു, കേന്ദ്രം 100 രൂപയുടെ വരുമാനം ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ, എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ നികുതി വരുമാനം കേന്ദ്രത്തിന് ഉണ്ടാകുമ്പോൾ കേരളത്തിന് മടക്കി കൊടുക്കുന്നത് കേവലം 21 രൂപ മാത്രവും. എന്നാൽ ഉത്തർപ്രദേശിൽ നിന്ന് 100 രൂപയുടെ വരുമാനം കേന്ദ്ര സർക്കാരിന് ഉണ്ടാകുമ്പോൾ ആ ഉത്തർപ്രദേശിലെ ജനങ്ങൾക്ക് 46 രൂപ കേന്ദ്ര സർക്കാർ മടക്കി കൊടുക്കുമ്പോൾ ബീഹാറിൽ നിന്ന് 100 രൂപയുടെ നികുതി വരുമാനം ഉണ്ടാകുമ്പോൾ 70 രൂപയോളം ബീഹാറിന് മടക്കി കൊടുക്കുമ്പോഴാണ് കേരളത്തിന്, നമുക്കറിയാവുന്നതുപോലെ റെയിൽവേയുടെ കാര്യത്തിൽ, കേന്ദ്ര വ്യവസായ സ്ഥാപനങ്ങളുടെ കാര്യത്തിലൊക്കെ കേരളത്തോട് പല ഘട്ടങ്ങളിലായി കേന്ദ്ര സർക്കാരുകൾ എടുത്ത തെറ്റായ സമീപനം നിലനിൽക്കുമ്പോൾ ഏറ്റവും പുതിയ സാഹചര്യത്തിൽ 100 രൂപയുടെ നികുതി കേരളത്തിൽ നിന്ന് പിരിച്ചെടുക്കുമ്പോൾ കേവലം 21 രൂപ മാത്രം കേരളത്തിന് മടക്കി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. തീർന്നില്ല. നമുക്കറിയാമല്ലോ, രാജ്യത്തിന്റെ പദ്ധതി വിഹിതങ്ങൾ രൂപീകരിക്കുന്നത്, അതിൽ തീരുമാനമെടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഒരു വർഷം ഏകദേശം 12.47 ലക്ഷം കോടി രൂപയുടെ പദ്ധതികളെ പറ്റിയാണ് കേന്ദ്ര സർക്കാർ ആസൂത്രണം ചെയ്യുന്നത്. കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ 15ാം ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുമായി തട്ടിച്ചു നോക്കുമ്പോൾ 2.57%മാണെന്നിരിക്കെ നമ്മൾക്ക് ഈ പറയുന്ന ഫണ്ടിൽ നിന്ന് ഇപ്പോ ലഭിക്കാനുള്ള അർഹത 1.925% മാത്രമാണെന്ന് കേന്ദ്ര സർക്കാർ കേരളത്തോട് പറയുന്നു. എന്ന് പറഞ്ഞാൽ അർത്ഥം, നോക്കൂ, ഉത്തർപ്രദേശിന്റെ ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുടെ 17%മാണെന്നിരിക്കെ ഞാൻ മുമ്പ് പറഞ്ഞ 12.47 ലക്ഷം കോടിയിൽ UPക്ക് 2.23 ലക്ഷം കോടി രൂപ ലഭിക്കുമ്പോൾ ബീഹാറിന് ഏകദേശം 1.25 ലക്ഷം കോടി രൂപ ലഭിക്കുമ്പോൾ അവർക്ക് അർഹതപ്പെട്ടതെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ വിഹിതങ്ങൾ ലഭിക്കുമ്പോൾ കേരളത്തിന് ആ വിഷയത്തിൽ പോലും ലഭിക്കേണ്ട 2.57% പകരം 1.92% മാത്രമാണ് ലഭിക്കുന്നത്. ഇനിയും കേരള ഇന്റർസെക്ട് സ്റ്റേറ്റ് ഷെയർ എടുത്ത് പരിശോധിച്ച, എന്ന് പറഞ്ഞാൽ കേന്ദ്രം പിരിച്ചെടുക്കുന്ന തുകയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നികുതി വിഹിതം, ഗ്രാൻഡ് എയ്ഡ് തുടങ്ങിയ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കേരളത്തോടുള്ള അവഗണന എത്രയോ രൂക്ഷമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. ഒരു കണക്ക് പറഞ്ഞാൽ 2021-22 കാലത്ത് കേരളത്തിന് കേന്ദ്രം നൽകിയ ഗ്രാൻഡ് ഇൻ എയ്ഡ് 30,000 കോടി രൂപയായിരുന്നുവെങ്കിൽ അത് കഴിഞ്ഞ വർഷം
കഴിഞ്ഞ സാമ്പത്തിക വർഷം ആ തുക 11,660 കോടി രൂപയായി കുറഞ്ഞു. എന്നാൽ ഉത്തർപ്രദേശിന്റെ കണക്ക് പരിശോധിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ 2021-22 കാലത്ത് അവർക്ക് ലഭിച്ചിരുന്ന ഗ്രാന്റ് ഇൻ എയ്ഡ് 5,646 കോടി രൂപയായിരുന്നുവെങ്കിൽ അത് ഇന്ന് 24,000 കോടി രൂപയെ വർദ്ധിച്ചിരിക്കുന്നു. ബീഹാർ എടുത്ത് പരിശോധിച്ചാൽ നേരത്തെ അവർക്ക് 7,604 കോടി രൂപയായിരുന്നു ലഭ്യമായിരുന്നെങ്കിൽ ഇന്ന് ആ ഹെഡിന്റെ ഭാഗമായി ഗ്രാന്റ് ഇൻ എയ്ഡായി 52,160 കോടി രൂപ ലഭിക്കുന്നു. ചുരുക്കത്തിൽ കേരളമെന്ന ഇന്ത്യക്കാകെ അഭിമാനമായ കേരളത്തിന്റെ സാമൂഹ്യ സുരക്ഷയുടെ കാര്യമെടുത്താൽ, വിദ്യാഭ്യാസം എടുത്താൽ, ആരോഗ്യ മേഖല എടുത്താൽ വലിയ തരത്തിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ കേരളീയർ, രാജ്യത്തിന് തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയി പണിയെടുത്ത് രാജ്യത്തിന്റെ തന്നെ അഭിമാനം വർദ്ധിപ്പിക്കാൻ വലിയ സംഭാവനകൾ നൽകുന്ന കേരളീയരുടെ അവകാശങ്ങളിൽ, സാമ്പത്തിക അവകാശങ്ങളിൽ കേന്ദ്ര സർക്കാർ വലിയ തരത്തിലുള്ള അട്ടിമറികൾ നടത്തുമ്പോൾ ഏറ്റവും അവസാനം GSTയിൽ ഉണ്ടാക്കിയ ഭേദഗതിയിലൂടെ നമുക്കറിയാവുന്നതുപോലെ GSTയുടെ ഘടന ഏറ്റവും അവസാനം മാറി മറിഞ്ഞതിലൂടെ സംസ്ഥാനത്തിന് കേരളത്തിന് 12,000 കോടി രൂപയുടെ അധിക നഷ്ടമുണ്ടാകുമെന്ന് ധനകാര്യ വകുപ്പ് കൃത്യമായ കണക്കുകളിലൂടെ പറയുമ്പോഴാണ് നോക്കൂ, കേരളീയരോട് ശ്രീ രാജീവ് ചന്ദ്രശേഖരനുള്ള ഉത്തരവാദിത്വം കേവലം BJPയുടെ അധികാര കേന്ദ്രീകരണത്തോടുള്ള താല്പര്യം മാത്രമായി ചുരുങ്ങുന്നു. അതുകൊണ്ടാണ് കേരളീയ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും വിധം സംസ്ഥാനത്തിന് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 3.2 ലക്ഷം കോടി രൂപ ലഭിച്ചു എന്ന് കണക്കിലെ കളികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ വസ്തുതകൾ അതല്ലെന്നും കേരളം സാമ്പത്തികമായി ഞെരുക്കുന്നതിൽ ഒരു പ്രധാന കുറ്റവാളി കേന്ദ്രമാണ് എന്നും കേരള സർക്കാർ പറയുമ്പോൾ അത് കേരളത്തിന്റെ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മുഴുവൻ മലയാളികളുടെ പ്രശ്നമായി തിരിച്ചറിയുവാൻ കേരളത്തിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ശക്തമായി ഇനിയും ശ്രമിക്കാൻ നിർബന്ധിതമാകുന്ന സാഹചര്യത്തിലാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരും കേന്ദ്ര മന്ത്രിസഭയിലെ അംഗങ്ങളും ബോധപൂർവമായി ശ്രമിക്കുന്നതെന്ന് മലയാളികൾ തിരിച്ചറിയണം.